ഇനി കേരളത്തിൽ എങ്ങനെയാണ് മഴ അറിയിപ്പ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. 4 ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഈ കാണുന്നത് പോലെയാണ്. ഇപ്പോൾ ആ മാപ്പിന്റെ സഹായത്തോടു കൂടി നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു 4 ജില്ലകളിൽ, തിരുവനന്തപുരം ഉൾപ്പെടെ 4 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾ, ഇങ്ങനെ 4 ജില്ലകളാണ്. ഒരിക്കൽ കൂടി പറയാം, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇനി യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് പാലക്കാട്, തൃശൂർ, എറണാകുളം, അതായത് മധ്യ തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ ശക്തമാവുക. അങ്ങനെയാണ് യെല്ലോ അലേർട്ടുകൾ കൊടുത്തിരിക്കുന്നത്. പാലക്കാട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. മാപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വടക്കൻ കേരളത്തിൽ മഴ ശക്തമല്ല. അവിടെ പ്രത്യേകിച്ച് അറിയിപ്പുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ മധ്യ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകും. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കാറ്റ് പലപ്പോഴും വില്ലനായി വരാറുണ്ട്. അതിന്റെ ഒരു അറിയിപ്പും കൂടി വന്നിട്ടുണ്ട്. നാളെയും കൂടി മഴ തുടരും എന്നാണ് അറിയുന്നത്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. മലയോര മേഖലയിലും തീരപ്രദേശത്തുള്ളവർ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കുക തന്നെ വേണം. കാരണം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്രയൊക്കെ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മലയോര മേഖലയിലൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ പോലെയുള്ളവ, കാറ്റൊക്കെ വലിയ രീതിയിൽ പ്രശ്നമാകും. അതുകൊണ്ടാണ് യാത്രയൊക്കെ നിരോധിച്ചിട്ടുള്ളത്. തീരപ്രദേശത്തും അതേ രീതിയിൽ തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.